നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി 22,36,00,000 രൂപ ചെലവിൽ നവീകരിച്ച തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ വെള്ളിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും. ഉദ്ഘാടന ചടങ്ങ് ഓൺലൈനായി. പയ്യന്നൂർ എരമത്തെ 1.5 വയസ്സുകാരൻ ദേവാൻ ശൗര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിനിടയിൽ പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ അനസ്തേഷ്യ ഡോക്ടർ തലശ്ശേരി ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഡോക്ടറുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഈ മാസം 21-ന് വാദം. ചമ്പാട് പട്ടാപ്പകൽ സാധനം വാങ്ങാനെന്ന വ്യാജേന വ്യാപാരിയെ കബളിപ്പിച്ച ബൈക്ക് യാത്രികൻ പണം കവർന്നു. കവർച്ച നടന്നത് താഴെ ചമ്പാട് മനേക്കര റോഡ് ബസ് സ്റ്റോപ്പിന് സമീപത്തെ വ്യാപാരിയായ സജീവന്റെ കീർത്തി സ്റ്റോറിൽ. മയ്യഴി വിമോചന ദിനത്തിന്റെ ഭാഗമായി മാഹിയിൽ വിമോചന ദിന റാലി നടത്തി. ഐ.കെ. കുമാരൻ മാസ്റ്റർ സ്മാരക സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മാഹി സ്റ്റാച്യുവിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണവും. വാർത്തകൾ വിശദമായി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി 22,36,00,000 രൂപ ചെലവിൽ നവീകരിച്ച തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ വെള്ളിയാഴ്ച നാടിന് സമർപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിക്കുക. ഷൊർണൂർ മംഗളൂരു പ്രധാന റെയിൽവേ പാതയിലെ പ്രധാന സ്റ്റേഷനായ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനാണ് അമൃത് ഭാരത് പദ്ധതിയിലൂടെ സമഗ്രമായി നവീകരിച്ചത്. കേരളത്തിൽ നവീകരണം പൂർത്തിയായ 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനത്തിനൊപ്പമാണ് തലശ്ശേരി സ്റ്റേഷനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുക. നാളെ ഉച്ചതിരിഞ്ഞാണ് ഉദ്ഘാടന ചടങ്ങ് സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രതിദിനം 28,000-ലധികം യാത്രക്കാർ ഉപയോഗിക്കുന്ന തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എയർ കണ്ടീഷൻഡ് വെയിറ്റിംഗ് ഹാൾ, വിശാലമായ കോൺകോഴ്സ്, ആധുനിക ബുക്കിംഗ് ഓഫീസുകൾ, ഓപ്പൺ വെയിറ്റിംഗ് ലോഞ്ച്, പുതിയ പ്രവേശന കവാടങ്ങൾ തുടങ്ങിയവ സജ്ജീകരിച്ചിട്ടുണ്ട്. വിശാലമായ പാർക്കിംഗ് സൗകര്യമാണ് മറ്റൊരു പ്രത്യേകത. യാത്രക്കാരെല്ലാം സൗകര്യങ്ങളിൽ ഏറെ സംതൃപ്തരാണ്. ഹായ്, എൻ്റെ പേര് ദിയ. ഞാൻ കൊച്ചിയിൽ സെൻറ്റ് പോൾസ് കോളേജിൽ 3rd ഇയർ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്. ഞാൻ തലശ്ശേരി കരുത്തിയാണ്. അപ്പോൾ ഞാൻ പണ്ട് ഇവിടുന്ന് കൊച്ചിയിലേക്ക് പോകുമ്പോൾ ഇവിടെ ഇത്ര ഡെവലപ്പ് അല്ലായിരുന്നു. അതായത് ഇവിടെ ഇത്ര ഫെസിലിറ്റി ഒന്നും ഉണ്ടായില്ല, ക്ലീനൊന്നും അല്ലായിരുന്നു. ഇപ്പം നല്ല അടിപൊളി ഡെവലപ്പായി, നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. തലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം തലശ്ശേരി പൈതൃക നഗരമാണ്, നമുക്കൊക്കെ അറിയാം. തലശ്ശേരിയുടെ പഴയകാല പ്രൗഢി വീണ്ടെടുക്കാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗം കൂടിയായിട്ട് ഇതിനെ നമുക്ക് കാണാൻ പറ്റും. കാരണം ഒരുപാട് സൗകര്യങ്ങൾ, എയർ കണ്ടീഷൻ, വെയിറ്റിംഗ് ഹാള്, ഇങ്ങനെ നിരവധിയായ സൗകര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും തലശ്ശേരിക്കാർക്ക് നല്ലൊരു നഗരത്തിൻ്റെ മറുഭാഗത്ത് നിന്നെത്തുന്ന യാത്രക്കാർക്കായി പ്രത്യേക ബുക്കിംഗ് ഓഫീസ്, പാർക്കിംഗ് സൗകര്യങ്ങൾ ഉൾപ്പെടുന്ന 2ാമത്തെ സ്റ്റേഷൻ കെട്ടിടവും നിർമ്മിച്ചു കഴിഞ്ഞു. പ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിക്കുന്ന ഫുട് ഓവർബ്രിഡ്ജിൽ പുതിയ ലിഫ്റ്റുകൾ, 17 പ്ലാറ്റ്ഫോം ഷെൽട്ടറുകൾ, LED ലൈറ്റുകൾ, ഡിജിറ്റൽ കോച്ച് ഗൈഡൻസ് സംവിധാനം, ഇലക്ട്രോണിക് ട്രെയിൻ ഇൻഡിക്കേഷൻ ബോർഡുകൾ തുടങ്ങിയവയും സജ്ജമാക്കിയിട്ടുണ്ട്. മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും സുഗമമായി യാത്ര ചെയ്യുന്നതിനായി ടാക്ടൈൽ വാക്ക്വേ, റാമ്പുകൾ, പ്രത്യേക ശുചിമുറികൾ, ഉയരം കുറഞ്ഞ ബുക്കിംഗ് കൗണ്ടറുകൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. തലശ്ശേരിയുടെ സാംസ്കാരിക പൈതൃകം പ്രതിഫലിപ്പിക്കുന്ന ഡിസൈനിലാണ് സ്റ്റേഷൻ നവീകരിച്ചിരിക്കുന്നത്. മലബാർ പാചകരീതി, തെയ്യം, തലശ്ശേരിക്കോട്ട, മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച് തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പ്രതീകങ്ങൾ ഉൾക്കൊള്ളുന്ന രൂപകൽപ്പനയാണ് സ്റ്റേഷന്റെ പ്രത്യേകത. കേരളത്തിൽ അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി ആധുനികവൽക്കരിക്കുന്ന 35 സ്റ്റേഷനുകളിലൊന്നാണ് തലശ്ശേരി. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി വളരെ യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു റെയിൽവേ സ്റ്റേഷനായിരുന്നു. ഇപ്പോൾ നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ ഇപ്പം നവീകരണ പ്രവർത്തനങ്ങൾ വളരെയധികം നടത്തിയിട്ട് വളരെ നന്നായി റെയിൽവേ സ്റ്റേഷൻ ഇതായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ഇപ്പോൾ വളരെ നന്നായിട്ടുണ്ട്. നമ്മളെ നാട് ഇത്ര പുരോഗമിക്കുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. നമ്മളെ പ്ലാറ്റ്ഫോം നല്ല കണ്ടീഷനായിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാർക്കൊന്നും കണ്ടാൽ മനസ്സിലാകുന്നില്ല. മുമ്പ് ഇത്ര ഇതില്ലായിരുന്നു, ഇത്ര സൗകര്യങ്ങളില്ല. ഇപ്പം എല്ലാം നല്ല സൗകര്യമല്ലേ. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെ ഉദ്ഘാടന ചടങ്ങിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പങ്കെടുക്കും. 1ാം പ്ലാറ്റ്ഫോം പ്രവേശന കവാടത്തിന് സമീപം ഇതിനായി പ്രത്യേക വേദിയും ഒരുക്കിയിട്ടുണ്ട്. പയ്യന്നൂർ എരമത്തെ 1.5 വയസ്സുകാരൻ ദേവാൻ ശൗര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിനിടയിൽ പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ അനസ്തേഷ്യ ഡോക്ടർ തലശ്ശേരി ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. പയ്യന്നൂർ 7ാം കൊട്ടിലെ നരിക്കോട്ടെ കൊയിലേരിയൻ വീട്ടിൽ ഡോക്ടർ അഞ്ജലി പൊതുവാളാണ് മുൻകൂർ ജാമ്യം തേടി കോടതിയിൽ എത്തിയത്. ഡോക്ടറുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഈ മാസം 21-ന് കോടതി വാദം കേൾക്കും.
പോലീസ് റിപ്പോർട്ടും അന്ന് പരിഗണിക്കും. ചമ്പാട് പട്ടാപ്പകൽ സാധനം വാങ്ങാനെന്ന വ്യാജേന വ്യാപാരിയെ കബളിപ്പിച്ച് ബൈക്ക് യാത്രികൻ പണം കവർന്നു. താഴെ ചമ്പാട് മനേക്കര റോഡ് ബസ് സ്റ്റോപ്പിന് സമീപത്തെ വ്യാപാരിയായ സജീവന്റെ കീർത്തി സ്റ്റോറിലാണ് 2:30 കവർച്ച നടന്നത്. 2500 രൂപ കവർന്നു. പാനൂർ പോലീസ് അന്വേഷണം തുടങ്ങി. പൾസർ ബൈക്കിൽ മാസ്ക് ധരിച്ചെത്തിയ യുവാവ് വെല്ലവും ഉള്ളിയും ആവശ്യപ്പെടുകയായിരുന്നു. സജീവൻ സാധനങ്ങൾ എടുക്കാനായി മാറിയപ്പോൾ മേശവലിപ്പിന് പുറത്തുണ്ടായിരുന്ന 2500 രൂപ കവരുകയായിരുന്നു. സജീവൻ ഓടിയെത്തി പരിശോധിച്ചപ്പോഴാണ് പണം നഷ്ടമായത് അറിയുന്നത്. ബൈക്ക് യാത്രക്കാരനെ തടയുമ്പോഴേക്കും യുവാവ് ബൈക്കിൽ കയറി സ്ഥലം വിട്ടു. മിൽമ പാൽ വണ്ടി വരുമ്പോൾ നൽകാനായി മേശപ്പുറത്ത് വെച്ച പണമാണ് നഷ്ടമായത്. പാനൂർ പോലീസിൽ പരാതി നൽകി. യുവാവിൻ്റെ CCTV ദൃശ്യങ്ങൾ വിവിധ ബസ്സുകളിൽ നിന്നും മറ്റും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഷോപ്പിംഗ് നടത്താനെത്തിയവരെയും വ്യാപാരികളെയും ഒരുപോലെ ഭയപ്പെടുത്തിക്കൊണ്ട് തലശ്ശേരി നഗരമധ്യത്തിലെ പഴയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള MG കോംപ്ലക്സിൽ പെരുമ്പാമ്പിനെ കണ്ടെത്തി. വിവരമറിഞ്ഞ് വനം വകുപ്പിന്റെ സർപ്പ വളണ്ടിയറും മാർക്ക് പ്രവർത്തകനുമായ ബിജിലേഷ് കോടിയേരി സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി ആവാസ വ്യവസ്ഥയിൽ തുറന്നുവിട്ടു. സ്റ്റാർ കഫേക്ക് സമീപമുള്ള ഇടവഴിയിൽ ഒരു കടയുടെ മുന്നിൽ അട്ടിവെച്ചിരുന്ന കാർഡ്ബോർഡ് പെട്ടികൾക്കിടയിലാണ് പെരുമ്പാമ്പിനെ ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. പാമ്പിനെ കണ്ടതോടെ പ്രദേശത്ത് പരിഭ്രാന്തി പരന്നു. വിവരമറിഞ്ഞ് നിരവധി ആളുകൾ സ്ഥലത്ത് തടിച്ചുകൂടി. തുടർന്ന് വനംവകുപ്പിനെ വിവരം അറിയിച്ചു. വനംവകുപ്പ് സർപ്പ വളണ്ടിയറും മാർക്ക് പ്രവർത്തകരുമായ ബിജിലേഷ് കോടിയേരി സ്ഥലത്തെത്തി പെരുമ്പാമ്പിനെ പിടികൂടി സുരക്ഷിതമായി വനമേഖലയിലേക്ക് വിട്ടു. സംയോജിതമായ ഇടപെടലിലൂടെ അപകട സാധ്യത ഒഴിവാക്കാനായതായി സ്ഥലത്തെത്തിയ തലശ്ശേരി നഗരസഭാ കൗൺസിലർ COT ഷബീർ പറഞ്ഞു. മഴക്കാലത്ത് ഭക്ഷണവും അഭയവും തേടി ഇത്തരത്തിൽ പെരുമ്പാമ്പുകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾ ജനവാസ മേഖലകളിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണെന്ന് ബിജിലേഷ് കോടിയേരി പറഞ്ഞു. പൊതുജനങ്ങൾ ഇത്തരം സാഹചര്യങ്ങളിൽ പാമ്പുകളെ ഉപദ്രവിക്കാൻ ശ്രമിക്കാതെ ഉടൻ വനംവകുപ്പിനെയോ അംഗീകൃത സർപ്പരക്ഷാപ്രവർത്തകരെയോ അറിയിക്കണമെന്നും ബിജിലേഷ് നിർദ്ദേശിച്ചു. മയ്യഴി വിമോചന ദിനത്തിന്റെ ഭാഗമായി മാഹിയിൽ വിമോചന ദിന റാലി നടത്തി. IK കുമാരൻ മാസ്റ്റർ സ്മാരക സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മാഹി സ്റ്റാച്യുവിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണവും നടത്തി. മാഹി സ്റ്റാച്യുവിലെ സ്വാതന്ത്ര്യ സമര സേനാനികളായ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, വിമോചന സമരനായകരായ IK കുമാരൻ മാസ്റ്റർ, C ഭരതൻ എന്നിവരുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് ടാഗോർ പാർക്കിലെ രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് ഗാന്ധിയൻ കിഴന്തൂർ പത്മനാഭന്റെ നേതൃത്വത്തിൽ വിമോചന ദിന റാലിയും നടത്തി. രക്തസാക്ഷി സ്തൂപത്തിൽ നടന്ന അനുസ്മരണ യോഗം അഡ്വക്കേറ്റ് T അശോക് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഫ്രഞ്ചുകാർ മയ്യഴിയിൽ നിന്ന് വിട്ടുപോയിട്ട് മയ്യഴിക്കാർക്ക് അധികാരം തന്നതിൻ്റെ ഓർമ്മ പുതുക്കലാണ് നമ്മളിവിടെ നടത്തുന്നത്. 1721 ഫ്രഞ്ചുകാർ ഇവിടെ വരുന്നത്. 1721 മാർച്ച് മാസം ഇവിടെ വന്ന ഫ്രഞ്ചുകാർ ഏപ്രിൽ 2-ാം തീയതിയുള്ള ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ അവർ പാണ്ഡികശാല കെട്ടുന്നത്. അതിനുശേഷം അതേ വർഷം 1971 ഡിസംബർ മാസം 3-ാം തീയതി ഫ്രഞ്ചുകാരും വാഴുന്നവരും ഇവിടെ ചേർന്ന് ഒരു കരാറുണ്ടാക്കുകയും അന്നു മുതലാണ് ഒരു ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായി മാഹി മാറുന്നത്. അന്ന് തുടങ്ങി ഏകദേശം 230 വർഷത്തോളം ഫ്രഞ്ചുകാർ നമ്മളെ ഭരിച്ചു. അതിൽ നിന്ന് അവസാനം ധീരമായ സമരത്തിനൊടുവിൽ നമ്മുടെ IK കുമാരൻ മാഷ്, C ഭരതൻ അതുപോലുള്ള ആളുകളുടെ ധീരമായ സമരത്തിനൊടുവിലാണ്
1954 ജൂലൈ 16-ാം തീയതി ഫ്രഞ്ചുകാർ നമ്മളെ വിട്ടുപോകുന്നവരും നമുക്ക് അധികാരം തരുന്നത്. ഈ അധികാരം തരുന്ന സന്ദർഭത്തിൽ അന്ന് ഒരുപാട് പേരുടെ ത്യാഗങ്ങളാണ്. ആ ത്യാഗങ്ങളൊക്കെ വ്യക്തിപരമായിട്ട് അവരുടെ സമരങ്ങളൊക്കെ എനിക്കറിയാൻ മനസ്സിലാക്കി. നമ്മളൊരു സമരം കുറേ കാലം നിന്ന സമരം മാഹിലുണ്ടായിരുന്നു. ആ സമരത്തിൽ അന്ന് ജീവിച്ചിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ പങ്കെടുത്തിരുന്നു. അവർ പറയുമ്പോഴാണ് മറ്റ് ബുക്കുകളിലൊക്കെ വായിച്ചതിൽ നിന്ന് അപ്പുറത്തായിട്ട് അന്ന് നടന്ന ചെറിയ സംഭവങ്ങൾ പോലും അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. അപ്പോഴാണ് അന്നത്തെ കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ ആളുകളുടെ ത്യാഗം ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയത്. സൊസൈറ്റി വൈസ് പ്രസിഡന്റ് എം ശ്രീജയൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA രമേശ് പറമ്പത്ത്, PP വിനോദൻ, K മോഹനൻ, K ഹരീന്ദ്രൻ, സത്യൻ കേളോത്ത്, MA കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വിമോചന ദിന റാലിക്ക് TM സുധാകരൻ, PK ശ്രീധരൻ മാസ്റ്റർ, ചാലക്കര പുരുഷു, സോമൻ പന്തക്കൽ, KV ഹരീന്ദ്രൻ, KM പവിത്രൻ, KP അശോക്, K സുരേഷ്, P അജയൻ, അലി അക്ബർ ഹാഷിം, അങ്ങാടിപ്പുറത്ത് അശോകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. ലഹരിക്കെതിരായ ശക്തമായ ജനകീയ മുന്നേറ്റത്തിന് വേദിയൊരുക്കി ഓപ്പറേഷൻ തൂഫാൻ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ജൂലൈ 18-ന് ശ്രീകണ്ഠാപുരത്ത് സംഘടിപ്പിക്കുമെന്ന് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ 4000 പേർ അണിനിരക്കും. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി കൂടി പങ്കെടുക്കുന്ന ഉത്തര മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിനാണ് ഈ മാസം 18-ന് ജൂലൈ 18-ന് ശ്രീകണ്ഠാപുരത്ത് തുടക്കം കുറിക്കുന്നത്. ശ്രീകണ്ഠാപുരത്ത് നടക്കുന്ന ഈ ഓപ്പറേഷൻ തുഫാൻ പ്രചരണ പരിപാടി 18-ാം തീയതി 12 മണിക്ക് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുകയാണ്. നിരവധി പ്രഗത്ഭരായ വ്യക്തികൾ അതിൽ പങ്കെടുക്കുകയാണ്. 4000-ത്തിലധികം ആളുകൾ ആ റാലിയിൽ പങ്കെടുക്കുകയാണ്. ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിക്കുന്ന ലഹരിവിരുദ്ധ മഹാറാലി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിക്കും. ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഫ്ലോട്ടുകൾ, വർണ്ണാഭമായ ബാൻഡ് മേളങ്ങൾ, വാദ്യമേളങ്ങൾ, ഫ്ലാഷ് മോബ് അവതരണങ്ങൾ എന്നിവ മഹാറാലിയുടെ പ്രധാന ആകർഷണങ്ങളായിരിക്കും. മികച്ച ഫ്ലോട്ടുകൾക്ക് ക്യാഷ് അവാർഡുകൾ നൽകും. റീൽ മത്സരവും ക്യാമ്പിൻ്റെ ഭാഗമായി UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി കോളേജ് വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട്. വിജയികൾക്ക് സമാപന ചടങ്ങിൽ വെച്ച് രമേശ് ചെന്നിത്തല ക്യാഷ് അവാർഡുകളും മൊമൻറ്റോകളും വിതരണം ചെയ്യും. ലഹരിവിരുദ്ധ സിഗ്നേച്ചറിൻ്റെ ഭാഗമായി ടൗൺ ക്യാമ്പയിനും സംഘടിപ്പിക്കുന്നുണ്ട്. ടൗൺ സ്ക്വയറിൽ കാലത്ത് 11:30 നടക്കുന്ന പരിപാടിയിൽ പ്രശസ്ത സിനിമാ താരം എസ്തർ അനിൽ, നോർത്ത് സോൺ IG പുട്ട വിമലാദിത്യ IPS, കണ്ണൂർ റൂറൽ SP ഉമേഷ് ഗോയൽ, ജില്ലാ കളക്ടർ P വിഷ്ണുരാജ് IAS, ശ്രീകണ്ഠാപുരം മുനിസിപ്പൽ ചെയർമാൻ EV രാമകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കും. തുടർ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ താഴെ തട്ടിലേക്കും വ്യാപിപ്പിച്ച് ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലങ്ങളിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ശ്രീകണ്ഠാപുരം മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് EV രാമകൃഷ്ണൻ പങ്കെടുത്തു. 1 കോടിയിലേറെ രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മേക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞ് 1.5 വർഷമായിട്ടും പൂർണ്ണ തോതിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ലെന്ന പരാതി. ബുധനാഴ്ചകളിലെ കുത്തിവെപ്പ് സേവനത്തിന് മാത്രമാണ് നിലവിൽ കെട്ടിടം ഉപയോഗിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളിലെ അപാകതകൾ പരിഹരിച്ച് ആശുപത്രി പൂർണ്ണ തോതിൽ പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മേക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞ് 1.5 വർഷം പിന്നിട്ടിട്ടും പൊതുജനങ്ങൾക്ക് പൂർണ്ണമായും തുറന്നു നൽകാൻ സാധിച്ചില്ല. ആഴ്ചയിൽ ബുധനാഴ്ചകളിൽ നടക്കുന്ന കുത്തിവയ്പ്പ് സേവനത്തിന് മാത്രമാണ് നിലവിൽ കെട്ടിടം ഉപയോഗിക്കുന്നത്. സെപ്റ്റിക് ടാങ്ക് ശാസ്ത്രീയമായി നിർമ്മിക്കാത്തതാണ് കെട്ടിടം പ്രവർത്തനക്ഷമമാക്കാൻ തടസ്സമായതെന്നാണ് ആക്ഷേപം. ഇതോടൊപ്പം മുകളിലെ വെള്ള ടാങ്ക് ചോർന്നൊലിക്കുന്നതും കെട്ടിടത്തിന്റെ പരിപാലനത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നതായി നാട്ടുകാർ പറയും. അതേസമയം ദിവസേന നിരവധി രോഗികളാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയെത്തുന്നത്. മതിയായ സൗകര്യങ്ങളുടെ അഭാവം രോഗികളെയും ജീവനക്കാരെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കുകയാണ്.
അടിയന്തരമായി സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് പുതിയ കെട്ടിടം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാൻ ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് സാമൂഹ്യ പ്രവർത്തകനായ സുരേന്ദ്രൻ മേക്കുന്ന് ആവശ്യപ്പെട്ടു. 1956 അന്നത്തെ മദ്രാസ് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാമരാജ് തറക്കല്ലിടുകയും മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു ആരോഗ്യ കേന്ദ്രമാണ് മേക്കുന്നിലുള്ളത്. വളരെ ചരിത്രപരമായൊരു സ്ഥാപനമാണിത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇതിൻ്റെ വളർച്ച വേണ്ട രീതിയിൽ വന്നില്ല. നിരന്തരം പൊതുജനങ്ങളുടെ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി 4 വർഷങ്ങൾക്ക് മുമ്പേ ഒരു പുതിയ കെട്ടിടം നിർമ്മിച്ചെങ്കിലും ആ കെട്ടിടം നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്യാതെ വെച്ചു. പിന്നീട് ഇപ്പോഴും ഏകദേശം 1.5 വർഷമായി ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്തെങ്കിലും ഇന്ന് പ്രവർത്തനം ആ ഉദ്ഘാടനം ചെയ്ത കെട്ടിടത്തിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ മാറിയിട്ടില്ല. അത് പൊതുജനങ്ങൾക്ക് വളരെയധികം പ്രയാസം സൃഷ്ടിക്കുന്നു. ഇപ്പോഴിവിടെ OP-യിലൊക്കെ വരുന്ന ജനങ്ങൾ റോട്ടിലൊക്കെ നിന്നിട്ടാണ് ഇത് കാണുന്നത്. അതേ സ്ഥാനത്ത് ഏകദേശം 1.5 കോടി രൂപ ചെലവഴിച്ച് മനോഹരമായൊരു കെട്ടിടം ഇവിടെ നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്ത് 1.5 വർഷമായിട്ട് പോലും അത് നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുത്താനോ അല്ലെങ്കിൽ രോഗികൾക്ക് സൗകര്യമായി ഒന്ന് വന്ന് ഡോക്ടറെ കാണിക്കാനോ ഇരിക്കാനോ എന്നുള്ള സൗകര്യങ്ങളില്ല. ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തരമായി ജനങ്ങൾക്കിത് തുറന്നു കൊടുക്കുവാനുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച പൊതുമുതൽ പൂർണ്ണമായി ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ പ്രവർത്തനക്ഷമമാക്കാൻ അധികൃതർ എത്രയും വേഗം ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് മേക്കുന്ന് നിവാസികളും ഒപ്പം ആശുപത്രിയിൽ എത്തുന്നവരും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. 25 വർഷത്തെ വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചറിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ കതിരൂരിലും. ഏറ്റവും നവീനവും വിസ്മയിപ്പിക്കുന്നതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതും കൂടാതെ ഇന്ത്യയിലെ തന്നെ വൈവിധ്യങ്ങൾ നിറഞ്ഞതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവോടുകൂടി സ്വന്തമാക്കാം. പോപ്പുലർ ഫർണിച്ചർ, 4 മൈൽ, കതിരൂർ. ഓൾസോ അറ്റ് കൂനമുക്ക്, അഞ്ചരക്കണ്ടി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ P. രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, ultra modern X-ray facilities, well-equipped ultra modern machineries, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry.
Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. വാർത്തകൾ തുടരുന്നു. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള SCERT ഡയറക്ടറായി പ്രശസ്ത വിദ്യാഭ്യാസ വിദഗ്ധനും ശാസ്ത്രജ്ഞനുമായ പ്രൊഫസർ KK മഷൂദിനെ നിയമിച്ചു. നിലവിൽ മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് അസോസിയേറ്റ് പ്രൊഫസറായ മഷൂദ് പാറാട് സ്വദേശിയാണ്. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ വിദ്യാഭ്യാസ ഗവേഷണങ്ങളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് പ്രൊഫസർ മഷൂദ്. അമേരിക്കയിലെ മിഷിഗൺ, ഫ്ലോറിഡ സർവകലാശാലകളിൽ അധ്യാപകനായും ഗവേഷകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ഫിസിക്സ് ടീച്ചേഴ്സിൻ്റെ അംഗമായിരുന്നു. ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ്, ഇറ്റലി, തുർക്കി, ഗ്രീസ്, റുവാണ്ട, ഖത്തർ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിലെ സർവകലാശാലകളിലും വിദ്യാഭ്യാസ സമ്മേളനങ്ങളിലും ഇന്ത്യയുടെ പ്രതിനിധിയായി പങ്കെടുത്തിട്ടുണ്ട്. വിയന്ന സർവകലാശാലയിലെ സീനിയർ റിസർച്ച് ഫെലോ എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അമേരിക്കൻ ജേർണൽ ഓഫ് ഫിസിക്സ്, യൂറോപ്യൻ ജേർണൽ ഓഫ് ഫിസിക്സ് ഉൾപ്പെടെയുള്ള ദേശീയ അന്തർദേശീയ ജേർണലുകളിൽ നിരവധി ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. രാജ്യത്തിനകത്തും വിദേശത്തുമുള്ള ഗവേഷക വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശകനായി പ്രവർത്തിച്ചു. CBSEയുടെ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള ദേശീയ സമിതിയിലും അംഗമാണ്. രാജ്യത്തെ വിവിധ സർവകലാശാലകളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമായി അധ്യാപക പരിശീലന പരിപാടികൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള പ്രൊഫസർ KK മഷൂദിൻ്റെ നിയമനം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് പുതിയ കരുത്താകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മുൻ ജോയിന്റ് ഡയറക്ടർ പാറാട്ട് KK മഹമ്മൂദിൻ്റെയും കൈവേലിക്കൽ സുവേദ ടീച്ചറുടെയും മകനാണ്. കണ്ണൂർ ജില്ലാ സ്വതന്ത്ര നിർമ്മാണ തൊഴിലാളി സംഘം സ്ഥാപകനും യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായിരുന്ന KP കുഞ്ഞികൃഷ്ണൻ 3ാം ചരമവാർഷികവും അനുസ്മരണ യോഗവും പൊയിലൂരിൽ നടന്നു. പൊയിലൂർ ശ്രീ മുത്തപ്പൻ മടപ്പുര പ്രസിഡന്റ് N രാഘവൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ സ്വതന്ത്ര നിർമ്മാണ തൊഴിലാളി സംഘം സ്ഥാപകനും യൂണിയന്റെ ജനറൽ സെക്രട്ടറിയുമായിരുന്ന KP കുഞ്ഞികൃഷ്ണന്റെ 3ാം ചരമവാർഷികമാണ് വിപുലമായി ആചരിച്ചത്. കണ്ണൂർ ജില്ലാ സ്വതന്ത്ര നിർമ്മാണ തൊഴിലാളി സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്. ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ യോഗവും നടന്നു. പൊയിലൂർ ശ്രീ മുത്തപ്പൻ മടപ്പുര പ്രസിഡന്റ് N രാഘവൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഈ കൂടി സംഘടന അനുസ്മരണ യോഗങ്ങൾ വർഷം തോറും നടത്താറുണ്ട്. എങ്കിലും അദ്ദേഹം ചെയ്ത സേവനം തികച്ചും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാ ആളുകളെയും സാധാരണക്കാരും സാധാരണക്കാരും ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ എന്ന ചിന്തയോടുകൂടി ഒരു യൂണിയൻ്റെ സ്വന്തമായ പ്രവർത്തനത്തിലാണ് നിങ്ങളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൗര സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരത്തിൻ്റെ അളവിൽ അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിനെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. നമ്മുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിൻ്റെ ഏതായാലും രൂപം എന്നും നമ്മൾ ഈ സംഘടനകളിലെ പ്രവർത്തകർക്ക് ബുദ്ധി വരും. അതുകൊണ്ട് ഇനി ഈ അനുസ്മരണത്തിൽ ഇന്ന് തന്നെ നമുക്കറിയാം
നാളെ കർക്കിടകം എടുക്കാൻ പോവുകയാണ്. ഇന്ന് 32ാം ദിവസം, ഇന്ന് സംക്രമമാണ്. ഈ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ ചരമവാർഷികമായി വരുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം, ഭൂരിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മുത്തപ്പ ക്ഷേത്രത്തിലെ കർമ്മങ്ങൾ ഇന്ന് അവസാനിക്കും. അതുപോലെ തന്നെ മുത്തപ്പൻ്റെ മലകയറ്റം ഇന്ന് നടക്കും. കർക്കിടകം കഴിഞ്ഞ് ചിങ്ങം 1-ാം തീയതി മാത്രമേ പിന്നെ മുത്തപ്പൻ്റെ കർമ്മങ്ങൾ ക്ഷേത്രത്തിൽ നടക്കൂ. അപ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെടുന്ന ഒരാളെന്ന നിലയിൽ ജില്ലാ പ്രസിഡന്റ് സി രാഘവൻ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി പി ഗോവിന്ദൻ സ്വാഗതം പറഞ്ഞു. ബി.ജെ.പി. സംസ്ഥാന സമിതി അംഗം വി.പി. സുരേന്ദ്ര മാസ്റ്റർ, വി.പി. ബാലൻ മാസ്റ്റർ, ബി.ജെ.പി. സംസ്ഥാന കൗൺസിലർ സജീവൻ യദുകുലം, കെ. പവിത്രൻ പൂക്കോം തുടങ്ങിയവർ സംസാരിച്ചു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ സമഗ്ര ശിക്ഷാ കേരളം തലശ്ശേരി സൗത്ത് BRCയുടെ നേതൃത്വത്തിൽ ഒപ്പരം എന്ന പേരിൽ രക്ഷാകർതൃ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. സമഗ്ര ശിക്ഷാ കേരളം തലശ്ശേരി സൗത്ത് BRCയുടെ നേതൃത്വത്തിൽ ഒപ്പരം എന്ന പേരിൽ രക്ഷാകർതൃ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. BRC ഓട്ടിസം സെന്ററിന്റെ സേവനം പ്രയോജനപ്പെടുത്തുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ, BRC പരിധിയിലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന മറ്റു കുട്ടികളുടെ രക്ഷിതാക്കൾ എന്നിവർക്ക് വേണ്ടിയാണ് പരിശീലനം നടത്തിയത്. വാർഡ് കൗൺസിലർ TV റാഷിദ ടീച്ചർ അധ്യക്ഷയായി. നമ്മുടെ കുട്ടിയെ നമ്മൾ അവരെ വിശേഷിപ്പിക്കുന്നത് വ്യത്യസ്ത ശേഷിയുള്ള കൂട്ടുകാരനാണ്. അപ്പൊ ആ ശേഷി എന്താണെന്ന് നമ്മളെ സംബന്ധിച്ച് വേണ്ടത്ര ധാരണയില്ലെങ്കിൽ, ഒരു രക്ഷിതാവ് എന്ന നിലയിൽ വേണ്ടത്ര പരിജ്ഞാനമില്ല എങ്കിൽ നമ്മുടെ വീട്ടിലെ കുട്ടിയെ അവരുടെ ശേഷി എന്താണ്, വ്യത്യസ്തമായ ആ ശേഷി എന്താണെന്ന് കണ്ടെത്താൻ പറ്റുന്നത്. അതാണ് അവരോട് ചെയ്ത ഏറ്റവും വലിയ മനസ്സിലാക്കി. അപ്പൊ അത് എങ്ങനെ നമുക്ക് കണ്ടെത്താം? ഏറെ സ്നേഹവും കരുതലും ക്ഷമയോടും കൂടി ആ കൂട്ടുകാരൻ നമ്മുടെ മക്കളെ കൈകാര്യം ചെയ്തുകൊണ്ട് ആവശ്യമായ മുഴുവൻ പിന്തുണയും, ഇതൊന്നും നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ഔദാര്യമായിട്ടൊന്നും കാണേണ്ടുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ. എന്തൊക്കെയുണ്ടോ ഒരുപാട് നമുക്കറിയാം, സന്നദ്ധ സംഘടനകളൊക്കെ ഒരുപാട് ഇപ്പോൾ നിലവിലുണ്ട്. സർക്കാരിൻ്റെ ഒരുപാട് ക്ഷേമ പദ്ധതികളുണ്ട്. ഒരുപാട് തൊഴിൽ പരിശീലനങ്ങൾ നമ്മുടെ മക്കൾക്ക് നൽകേണ്ടതുണ്ട്. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ കെ. സുനില സ്വാഗതം പറഞ്ഞു. സമഗ്ര ശിക്ഷാ കേരളം കണ്ണൂർ ജില്ലാ പ്രൊജക്ട് ഓഫീസർ ഡോക്ടർ കെ. സബിത്ത്, റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും ഭിന്നശേഷി മേഖലയിലെ സജീവ പ്രവർത്തകനും കൗൺസിലറും രക്ഷിതാവുമായ RP വിനോദ്, MP കരുണാകരൻ, PV നിഷ തുടങ്ങിയവർ സംസാരിച്ചു. മക്കളെ വളർത്തുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു സ്വാർത്ഥത കൂടിയുണ്ട്. നാളെ ഇവൻ വളർന്നു വലുതായി ഡോക്ടറും എഞ്ചിനീയറൊക്കെ ആയി നല്ല നിലയിൽ എത്തിയതിനു ശേഷം എനിക്ക് വയ്യാതാവുന്ന സമയത്ത് എന്നെ ഇവൻ നോക്കണമെന്നുള്ള സ്വാർത്ഥത കൂടിയുണ്ട് ഏതൊരു അച്ഛനും അമ്മയും മക്കളെ വളർത്തുന്നത്. ലോകത്തിന്റെ മുന്നിൽ ഏറ്റവും നല്ല വികാരം എന്നത് അൺകണ്ടീഷണൽ ലവ്, നിബന്ധനകളില്ലാത്ത സ്നേഹിക്കുക. ഇതാണ് ലോകത്തിന്റെ മുന്നിലുള്ള പരമമായ ഏറ്റവും നല്ല വികാരം. ഒന്നും ഒരു നിബന്ധനയുമില്ല. നീ എങ്ങനെയാണോ അതുപോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്നു. വീട്ടിൽ അടച്ചിരിക്കുന്നത് കണ്ടപ്പോഴുണ്ടായിരുന്ന വിഷമവും ജീവിതകാലം മുഴുവൻ കിടപ്പിലായി പോയിട്ടുള്ള ഞങ്ങളുടെ കാര്യം കൂടെ ഒന്ന് ആലോചിക്കാൻ നല്ലൊരു സമയമാണിത്. ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറയുന്നത് വിട്ടിട്ടുണ്ട്. പല കിടപ്പ് രോഗികൾക്കും ഡയപ്പർ വാങ്ങിക്കാൻ ഗതിയില്ലാതെ ഇപ്പം ഞങ്ങളടുത്ത് വിദേശത്തുനിന്ന് നമ്മൾ കുറച്ച് ആളുകളായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ അവരെ സഹായിക്കാൻ പറഞ്ഞിട്ട് അതിൻ്റെ പ്രൊജക്റ്റ് നമ്മളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നടപ്പിലായിട്ടില്ല. സഹായിക്കാൻ പറ്റുന്നത് അതിനെ സഹായിക്കണമെന്നുണ്ട്. അപ്പോൾ ഇത്തരം ആളുകളുടെ കേസുകളൊന്നും അഡ്രസ് ചെയ്യപ്പെടും. കണ്ണൂർ കോർപ്പറേഷൻ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോർപ്പറേഷൻ പരിധിയിലെ വനിതകൾക്ക് മെൻസ്ട്രുവൽ കപ്പ് വിതരണവും ബോധവൽക്കരണവും നടത്തി. ജവഹർ സ്റ്റേഡിയത്തിലാണ് പരിപാടി നടന്നത്. ഡെപ്യൂട്ടി മേയർ KP താഹിർ ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ഒരു ചാലകശക്തി എന്ന് പറയുന്നത് നമ്മുടെ നിലപാടുകളും നയങ്ങളുമാണ്. പ്രത്യേകിച്ച് UDF ഗവൺമെൻറ്. ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞു KSRTC ബസ്സിൽ സൗജന്യ യാത്ര അത് പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിൽ വന്ന് നമ്മുടെ ഇന്ത്യയുടെ ജനാധിപത്യ സംരക്ഷണ സമര നായകൻ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചപ്പോൾ അതൊരു അപഹാസ്യമായി കണ്ടവരുണ്ട്. എങ്ങനെ നടത്തും, എവിടുന്നാണ് സാമ്പത്തികം? അത് വെറും നമ്മുടെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഗവൺമെൻറ് വന്നപ്പം തന്നെ ആദരണീയനായ മുഖ്യമന്ത്രി പറഞ്ഞത് നടപ്പിലാക്കുമെന്നാണ്.
തൊട്ടടുത്ത ദിവസം നടപ്പിലാക്കിയത്. ഇന്നുള്ള പരാതി ആ ബസ്സിൽ നിറയെ ആളുകൾ കൂടുന്നതാണ്. പക്ഷേ സ്ത്രീ ജനങ്ങളതിൻ്റെ കൂടെ നിൽക്കുകയാണ്. എല്ലാ രംഗത്തും ഗവൺമെൻറ്, നമ്മുടെ കോർപ്പറേഷനൊക്കെ നിങ്ങളെ ചേർത്ത് നിർത്തുക. നിങ്ങളുടെ പ്രയാസങ്ങളിൽ, നിങ്ങളുടെ ദുഃഖങ്ങളിൽ എല്ലാത്തിലും കോർപ്പറേഷൻ ഉണ്ടാകും എന്നതാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ മെസ്സേജ്. പ്രത്യേകിച്ച് നേരത്തെ ഇവിടെ ടീച്ചർ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഉപകാരം അറിയുന്നവരാണ് നിങ്ങൾ. ടീച്ചർ അതിനെക്കുറിച്ച് വിശദീകരിച്ചു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിജിൽ മാക്കുറ്റി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീമ ടീച്ചർ സ്വാഗതം പറഞ്ഞു. ചെയർമാൻമാരായ അഡ്വക്കേറ്റ് ദീപക്, റിഷാം താണ, വി കെ മുഹമ്മദ് അലി, അഡ്വക്കേറ്റ് സോന ജയറാം, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CVT ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ സി ജസ്ന ബോധവൽക്കരണ ക്ലാസ് എടുത്തു. വ്യാപാരി വ്യവസായി സമിതി പാനൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി കണ്ണങ്കോട് DPG മെമ്മോറിയൽ UP സ്കൂളിൽ സെമിനാർ സംഘടിപ്പിച്ചു. മതാതീത ആത്മീയതയ്ക്ക് കാലഘട്ടത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ചിത്രകാരനും പ്രഭാഷകനുമായ പൊന്നിം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മതാതീത ആത്മീയതയ്ക്ക് കാലഘട്ടത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിലാണ് വ്യാപാരി വ്യവസായ സമിതി പാനൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചത്. ചിത്രകാരനും പ്രഭാഷകനുമായ പൊന്നിം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മനസ്സിലുണ്ടാകേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മാനവ പുരോഗതിയെ സ്വാഗത ഭാഷയെ സൂചിപ്പിച്ചതുപോലെ മാനവികതയാണ്, അതിൻ്റെ ദർശനമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. എല്ലാ മതവിശ്വാസവും എല്ലാ മതത്തിൻ്റെ ഗ്രന്ഥങ്ങളും ദാർശനികമായ വശങ്ങളെല്ലാം അടിവരയിട്ട് പറയുന്നത് മനുഷ്യ പുരോഗതിക്കാണ് ലക്ഷ്യം. മതചിന്തയെല്ലാം ഉന്നം വെക്കുന്നത് മനുഷ്യ പുരോഗതിയാണ്. സ്വാമി വിവേകാനന്ദനോട് ഒരു വിദേശ വനിത, ആത്മീയ കാര്യങ്ങളെല്ലാം താല്പര്യമുള്ള ഒരു വിദേശ വനിത ചോദിച്ചു, നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് ജനങ്ങളെ കൂടെ പ്രവർത്തിച്ച, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ച അങ്ങേക്ക് ഏത് സന്ദർഭത്തിലാണ് ഏറ്റവും കൂടുതൽ ആഹ്ലാദം തോന്നിയിട്ടുള്ളത്? വിവേകാനന്ദൻ പറയുന്നത്, വിശക്കുന്ന മനുഷ്യന്റെ കയ്യിലേക്ക് ഒരു കഷ്ണം റൊട്ടി കിട്ടുമ്പോഴും അയാളുടെ മുഖത്ത് കഴിയാവുന്ന ആഹ്ലാദമുണ്ട്. പ്രഭാഷകൻ VK സുരേഷ് ബാബു അവതാരകനായി. ദൈവവിശ്വാസം എന്ന് പറയുന്നത് അവനവൻ ദൈവമാണെന്ന് സിദ്ധിച്ചതല്ലാതെ, കുറച്ച് ആളുകളുണ്ടല്ലോ ഞാൻ തന്നെ ദൈവമാണെന്ന് സ്വയം പ്രഖ്യാപിച്ചവരല്ലാതെ മറ്റാരും ദൈവത്തെ സൃഷ്ടിച്ചിട്ടില്ല. ഒരു ദൈവം, ഒരു വ്യക്തി സൃഷ്ടിച്ച ഒരു ദൈവവും ഈ ഭൂമിയിൽ അവനവൻ ദൈവം എന്ന് പറയും. അതല്ല, എല്ലാ ദൈവങ്ങളും മനുഷ്യ സംസ്കാരത്തിൽ നിന്ന് പ്രകൃതി ശക്തികളെ ആരാധിച്ചുകൊണ്ട് വന്ന് അത് പിന്നെ പ്രതിരൂപാത്മകപരമായ വ്യക്തികളോ രൂപങ്ങളോ കല്ലോ ആയിട്ട് അതിനെ മാറ്റുകയാണ്. അതിനെക്കുറിച്ച് ഭാരതത്തിലൊരു മന്ത്രമുണ്ട്. അഗ്നിർദേവോ നിജാതീനാം മുനീനാം ഹൃദിദൈവതം പ്രതിമാം അപ്രബോധീനാം സർവത്ര സമദർശിനാം. അഗ്നിയിലാണ് ബ്രാഹ്മണർക്ക് ദൈവം. അവരമ്പലത്തിൽ പൂജ നടത്തുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടി കൃത്യപ്പണി ചെയ്യുന്നതാണ്. വിശ്വാസികൾക്ക് വേണ്ടി അവർ അഭിഷേകം നടത്തുന്നു, അവർക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നത് അഗ്നിയിൽ ഹവിസ് സമർപ്പിച്ചുകൊണ്ട് മാത്രം. സംഘാടക സമിതി ചെയർമാൻ റിനീഷ് മാസ്റ്റർ അധ്യക്ഷനായി. KP ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. തലശ്ശേരി ഹോളി റോസറി ചർച്ചിലെ ഫാദർ ബെന്നി മണപ്പാട്ട്, പ്രൊഫസർ AP സുബേർ, വെള്ളിയായി ശാന്തിഗിരി ആശ്രമത്തിലെ സ്വാമി വന്ദന്യരൂപൻ ജ്ഞാനതപസി, K മോഹനൻ, പാനൂർ ഏരിയ സെക്രട്ടറി PK ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. മനം പോലെ
ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. പാനൂർ എസ് അക്കാദമിയുടെ നേതൃത്വത്തിൽ പാനൂരിൽ ഉയിർ പ്രതിഭാ സംഗമവും അവശതയെ അതിജയിച്ച അത്ഭുത ജീവിതങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ജൂലൈ 18 ശനിയാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പാനൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാനൂർ എസ് അക്കാദമിയുടെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമവും പുസ്തക പ്രകാശനവും സംഘടിപ്പിക്കുന്നു. അവശതയെ അതിജീവിച്ച അത്ഭുത ജീവിതങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് ജൂലൈ 18 ശനിയാഴ്ച പാനൂർ എസ് അക്കാദമിയിൽ നടക്കുക. രാവിലെ 10 നടക്കുന്ന പ്രതിഭാ സംഗമം മീഡിയ 1 മാനേജിംഗ് എഡിറ്റർ സി ദാവൂദ് ഉദ്ഘാടനം ചെയ്യും. തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ഇദ്രീസ് മുഖ്യ പ്രഭാഷണം നടത്തും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങ് ടി ആരിഫ് അലി ഉദ്ഘാടനം ചെയ്യും. പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. PK പ്രവീൺ MLA, ഒ അബ്ദുറഹ്മാൻ, പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ കൂടത്തിൽ നൌഷത്ത് ടീച്ചർ, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. നമുക്കറിയാവുന്നതുപോലെ എസ് അക്കാദമി ഇവിടെ ആരംഭിച്ചിട്ട്, പാനൂർ ആരംഭിച്ചിട്ട് 5 വർഷമായി കഴിഞ്ഞു. ഇപ്പോൾ അവിടെ 360-ലേറെ കുട്ടികൾ അവിടുത്തെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. ഭിന്നശേഷി രംഗത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച 25 ആളുകളെ കുറിച്ചുള്ള ചിത്രമാണ് ഈ പുസ്തകത്തിലുള്ളത്. ഇത് തയ്യാറാക്കിയിട്ടുള്ളത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്ന് പറയുന്ന പ്രഗത്ഭനായ എഴുത്തുകാരനാണ്. അദ്ദേഹം ഇവരെ ഓരോ വീട്ടിലും ഓരോ ആളുകളും കണ്ട് സന്ദർശിച്ച് രേഖപ്പെടുത്തിയ ഒരു ആധികാരിക രേഖയാണ്. വൈവിധ്യമാർന്ന ജീവിത പ്രതിസന്ധികളെ അതിജീവിച്ച് മാതൃകയായ വ്യക്തികളുടെ അനുഭവങ്ങൾ ഉൾക്കൊള്ളുന്ന അവശതയെ അതിജീവിച്ച അത്ഭുത ജീവിതങ്ങൾ എന്ന പുസ്തകമാണ് ചടങ്ങിൽ പ്രകാശനം ചെയ്യുക. വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് ചെയർമാൻ ബാലിയിൽ മഹമ്മൂദ് ഹാജി, എസ് അക്കാദമി വൈസ് ചെയർമാൻ KK അബ്ദുള്ള, ഡയറക്ടർ ഫജറു സാദിഖ്, അഡ്മിനിസ്ട്രേറ്റർ ഹനാൻ, സർവീസ് കോർഡിനേറ്റർ KK സുമിയ എന്നിവർ പങ്കെടുത്തു. ഇദ്ദേഹം എങ്ങനെ ഇത് എഴുതിയെന്നില്ല, ഞാൻ ഈ പുസ്തകം ഒന്ന് കണ്ണോടിച്ച് നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു വയ്ക്കുക. കാരണം വെച്ചാൽ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഈ ഭിന്നശേഷിക്കാരുടെ വീടുകൾ സന്ദർശിച്ചിട്ട് അവരിങ്ങോട്ട് വിളിച്ചാൽ വരുന്ന ആൾക്കാർക്കൊന്നുമല്ല വരുന്നത്, സന്ദർശിച്ചിട്ട് ഇവരെ എല്ലാ ഡീറ്റെയിൽസും എടുത്തിട്ടാണ് ഈ പുസ്തകം രചിക്കുന്നത്. ഇങ്ങനത്തെ ഒരു പുസ്തകം വായിച്ചാൽ നമ്മൾ ശരിക്ക് അന്തം വിട്ടു. അങ്ങനത്തെ ഒരു പുസ്തകമാണ്. അതല്ലെങ്കിൽ സമൂഹത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ഒരു കുഞ്ഞ് ജനിക്കുകയാണ് എങ്കിൽ
സമൂഹം അവരെ പരിഗണിക്കുക, ഏതോ അർത്ഥത്തിൽ മാറ്റി നിർത്തുകയും അവഗണിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവമാണ്, ഒരവസ്ഥയാണ് നമ്മുടെ പൊതുവിൽ നാടുകളിലുള്ളത്. യഥാർത്ഥത്തിൽ അത്തരം കുട്ടികളെയും മുതിർന്നവരെയും സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ മാറ്റിക്കൊണ്ടുവരികയും സമൂഹത്തിൽ അവരും കൂടി ജീവിക്കാൻ അർഹതയുള്ളതാണ്, മറ്റുള്ളവരെ പോലെ തന്നെ ജീവിക്കാൻ അർഹതയും അവകാശവുമുള്ള ആളുകളാണ് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ എന്ന ഒരു സന്ദേശം, ആ അർത്ഥത്തിലുള്ള ബോധവൽക്കരണം നിരന്തരമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടന്നു വരേണ്ടതുണ്ട്. സാമൂഹിക പ്രതിബദ്ധതയും ജീവിതാനുഭവങ്ങളും പങ്കുവെക്കുന്ന വേദിയായി ഉയിർ പ്രതിഭാസംഗമവും പുസ്തക പ്രകാശന ചടങ്ങും മാറുമെന്ന് സംഘാടകർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി 22,36,00,000 രൂപ ചെലവിൽ നവീകരിച്ച തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ വെള്ളിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും. ഉദ്ഘാടന ചടങ്ങ് ഓൺലൈനായി. പയ്യന്നൂർ എരമത്തെ 1.5 വയസ്സുകാരൻ ദേവാൻ ശൗര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിനിടയിൽ പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ അനസ്തേഷ്യ ഡോക്ടർ തലശ്ശേരി ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഡോക്ടറുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഈ മാസം 21-ന് വാദം. ചമ്പാട് പട്ടാപ്പകൽ സാധനം വാങ്ങാനെന്ന വ്യാജേന വ്യാപാരിയെ കബളിപ്പിച്ച് ബൈക്ക് യാത്രികൻ പണം കവർന്നു. കവർച്ച നടന്നത് താഴെ ചമ്പാട് മനേക്കര റോഡ് ബസ് സ്റ്റോപ്പിന് സമീപത്തെ വ്യാപാരിയായ സജീവന്റെ കീർത്തി സ്റ്റോറിൽ. മയ്യഴി വിമോചന ദിനത്തിന്റെ ഭാഗമായി മാഹിയിൽ വിമോചന ദിന റാലി നടത്തി. ഐ.കെ. കുമാരൻ മാസ്റ്റർ സ്മാരക സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മാഹി സ്റ്റാച്യുവിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണവും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.